ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനഭാഗത്ത് നാം കാണുന്നത് ജനം ഭൂമിയിൽ പെരുകി തുടങ്ങി. ആ സമയത്ത് ഭൂമി മുഴുവനും മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചതായി ദൈവം കണ്ടു. അതിലൂടെ ഭൂമി മുഴുവനും ദുഷിച്ചതായി തീർന്നു. മനുഷ്യനെ സൃഷ്ടിച്ചത് ഓർത്ത് യഹോവയാം ദൈവം ദുഃഖിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് നോഹ ജീവിച്ചിരുന്നത്. അവൻ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ അവൻ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം നയിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അനേകം ആളുകൾ തിന്മ നിറഞ്ഞ ജീവിത രീതിയിലൂടെ, തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ജീവിച്ചു പോകുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കാനാണ്. നോഹയ്ക്കൊരു തവണ ചിന്തിക്കാമായിരുന്നു, കൂടെയുള്ളവരെല്ലാം തിന്മ നിറഞ്ഞ ലോകത്തിൽ തിന്മയിൽ, ജഡീകതയിൽ മുഴുകി ജീവിക്കുന്നവരാണ്, ലൗകികതയിൽ മുഴുകി ജീവിക്കുന്നവരാണ്. എന്നാൽ നോഹ നേരെ തിരിച്ചു ചിന്തിച്ചു, ഞാൻ ദൈവത്തോടൊപ്പം നടക്കും. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ, വിശ്വാസത്തിൽ ഞാൻ അടിയുറച്ചു നിൽക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തോടൊപ്പം നടക്കാൻ, ദൈവികമായ കാര്യങ്ങളിൽ പങ്കുചേരുവാൻ, ദൈവത്തെ ജീവിതം കൊണ്ട് പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൽ കൂടുതൽ വിശ്വാസത്തിൽ ആഴ്ന്ന് ജീവിക്കുവാൻ, ദൈവത്തെ തങ്ങളുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ വചനങ്ങളെ പാലിച്ച് നല്ല ഉത്തമ മാതൃകയായി തീരുവാൻ, മാതൃകയുള്ളവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.